ഹായ്. ഈ എപ്പിസോഡ് എന്താ അറിയില്ല, കുറേയൊക്കെ അങ്ങോട്ട് നമ്മളെ ഡള്ളാക്കി കൊണ്ടുവരെങ്കിലും അവസാനത്തേക്ക് നോർത്തിലേക്ക് എന്തുവാടാ അച്ചിരി ബുദ്ധി അങ്ങനെ തോന്നിപ്പോവും. ഓക്കെ, അത് തുടങ്ങാം. നട്ടപ്പതിരാതിക്ക് ടാർഗറ്റ് ബോർഡ് എടുത്ത് വെക്കുന്ന ടിമ്മിനെ കാണിക്കുന്നത്. ടിം എന്നിട്ട് 3 സ്റ്റിക്കേഴ്സ് നോട്ടിൽ ഇങ്ങനെ എഴുതി വെക്കും. പായിൻ്റെ ഫീലിങ്സുമായിട്ടാണ് കളിക്കേണ്ടത്, അല്ലാതെ എൻ്റെ ഫീലിങ്സുമായിട്ടല്ല കളിക്കേണ്ടത്. പായ് ക്യൂട്ടാന്നേ വിചാരിക്കാൻ പാടില്ല, പിന്നെ ഒരിക്കലും ഓനുമായിട്ട് ലവ് ആവാൻ പാടില്ല. എന്നിട്ട് 3 സ്റ്റിക്കർ ബോർഡിൽ ഒട്ടിച്ചേക്കും. എന്നിട്ട് ഓൻ ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ ആലോചിക്കും. ബാറ്റപ്പിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പറയല്ലോ, ഈ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമല്ല, ഞാൻ മാരേജ് ചെയ്യാൻ പോവില്ലേ, അങ്ങനെ വലിയ സീനുണ്ട്. അപ്പോൾ അത് ആലോചിച്ചിട്ട് പറയും, ഓ അങ്ങനെ മനസ്സിൽ തന്നെ പറയും, ഒരിക്കലും ലവ് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ലവ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഒരു ചങ്ങായിനെ വിളിക്കും. ഓം എന്നാണ് പറയുന്നത്, അത് ആരാണെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഓം വിളിച്ചിട്ട് പറയും, നാളെ ഫ്രീ ആണോ, ഒരു പണിയുണ്ട് പറയും. എന്തോ പണി വെക്കാൻ പോകുന്നത് പോലെ ഓൻ പറയും. ഈ ഒരു ഈവിൽ സ്മൈലിൽ ഓൻ ആ ബോർഡ് നോക്കി ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. പിറ്റേന്ന് രാവിലെ ഫാമിലി റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഫാമിലി മീറ്റിംഗ് ആണ്. ടിമ്മിൻ്റെ ഫാമിലിയും പായിൻ്റെ ഫാമിലിയും പെണ്ണ് ചോദിക്കാനൊക്കെ നിൽക്കൂലേ, അതുപോലെ ഒരു റെസ്റ്റോറൻറ്റിൽ മീറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കായിരിക്കും. അപ്പോൾ ടിമ്മിൻ്റെ അമ്മ പറയും, പായിനെ എൻ്റെ മോനെ തരുമോ, ലൈക്ക് ഞാൻ ഒഫീഷ്യലി ചോദിക്കുകയാണ്, എൻ്റെ മോനെ നിങ്ങളെ മോനെ തരുമോ, അങ്ങനെയൊക്കെ ചോദിക്കാം. പിന്നല്ലാണ്ട് ഞാൻ ടിമ്മിനല്ലേ തരുള്ളൂ. ടിമ്മിനുമായിട്ട് എനിക്കൊരു പ്രശ്നമില്ല ടിമ്മിൻ്റെ മോനെ കൊടുക്കുന്നതിലൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലും ഗ്രാൻഡ്പ പറയിക്കും. അപ്പോൾ ടിമ്മിൻ്റെ അമ്മ പറയും, എന്താ ഇനി എപ്പോഴും ടിമ്മ് വിളിക്കലുണ്ട്. എന്നിട്ട് ഇവർ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയ മുതൽ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും, എന്താ നിങ്ങളെങ്ങനെ അച്ഛനുമായിട്ടുള്ള ലൈക്ക് റിലേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചോദിക്കും. എനിക്ക് തോന്നി ഞങ്ങളെ ലൈക്ക് റൂൾസ് ട്രിക്ക് കണ്ടിട്ടാണ് ഇവർ വീത്തിയിട്ട്. അപ്പോൾ ടിമ്മിനോട് പായ ചോദിക്കുക അതാണോ എന്ന് വെച്ചിട്ട് ചെറുതായിട്ട് അങ്ങനെയും പറയാം എന്നുള്ള രീതിയിൽ പറയും. എല്ലാവരും ഹാപ്പി ആയിട്ട് ഡിന്നർ കഴിക്കുന്ന സമയത്ത് ആൻറ്റിക്ക് ഇതൊന്നും കൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല. ആൻറ്റി ഇങ്ങനെ നോക്കിയിട്ട് എന്തൊക്കെയോ എവിടേക്കോ ചീഞ്ഞ് നാറുന്നുള്ള കണ്ടുപിടുത്തത്തിലാണ്. ആൻറ്റിൻ്റെ മോനെ ചോപ്പ് സ്റ്റിക്കിനോട് ഇങ്ങനെ ഫുഡ് എടുക്കാൻ നോക്കുമ്പോൾ താഴെ വീണു. അപ്പോൾ ഓൻ്റെ ആൻറ്റി പറയും ഈ ഫോക്ക് യൂസ് ചെയ്യുക പറയും. അപ്പോൾ പായ് പറയും, എന്തിനാ അങ്ങനെ പറയുന്നത്, ഇപ്പോൾ വളർന്ന് വരികയാണോ, ചോപ്പ് സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പഠിക്കണോ, അങ്ങനെ പറയാം. അപ്പോൾ ആൻറ്റി പറയും, ഈ ബോയ് ഫ്രണ്ടിന് മുമ്പ് നിൻ്റെ മോനെ ചീത്തറിയാണ്, കസിനെ ചീത്തറിയാണോ ചോദിക്കും. അപ്പോൾ പായ് ടിമ്മ് പറയും, ഞാൻ എടുത്തരാം, ഞാൻ ഓനെ ഇട്ട് കൊടുക്കുക പറഞ്ഞിട്ട് ഓൻ എന്താ വേണ്ടിയോ ചോദിച്ചാൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഓനോട് പറയും, ഞാൻ ചോപ്പ് സ്റ്റിക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിപ്പിച്ചാൽ കേട്ടോ. അപ്പോൾ പറയും, എനിക്ക് വേണ്ട, പഠിപ്പിച്ചോ. അങ്ങനെയാണ് നമ്മളവിടെ പോയി ഇരിക്കുക, അത്ര തന്നെ നിവർത്തിയുള്ളൂ. പിന്നെ ഇവരിങ്ങനെ ഹാപ്പി ആയിട്ട് വർത്തമാനം പറയുമ്പോൾ കണ്ടിട്ട് ഇങ്ങനെ ഒരു എന്തോ ഒന്നും ഇഷ്ടപ്പെടാത്ത ലുക്കിൽ ഇങ്ങനെ ആൻറ്റി ഇങ്ങനെ നിൽക്കുന്നു. ചിലപ്പോൾ ആൻറ്റിക്ക് അത് സിക്സ്ത് സെൻസിൽ കിട്ടിക്കാണണം ഇവിടെ എന്തോ ഒരു ഡ്രാമ നടക്കണ്ടെന്ന്. ഓക്കെ, അങ്ങനെ ടിമ്മിൻ്റെ തന്നെ പറഞ്ഞേക്കാൻ വേണ്ടി പായും ടീമും കൂടെ പോകുമ്പോൾ പായ് പറയും, എന്താ എനിക്ക് വരാൻ കഴിയില്ല നിങ്ങളുടെ കൂടെ, സോറിട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഫാമിലിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ലണ്ടനിലേക്ക് പോകുമ്പോൾ ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. പിന്നെ ടിം എന്നെ എന്തോ ഇടങ്ങേറാക്കി ഇന്നെ വിളിക്കേണ്ടി. അപ്പോൾ ടിമ്മ് പറയും, എന്ത് നിങ്ങൾ സ്വന്തം മോനെക്കാട്ടും ഇഷ്ടം പായിനാണോ പറയും, നിങ്ങൾ സ്വന്തം മോനെ വേറെ ഒരാളെ സ്വന്തം മോനെ മുമ്പ് നിങ്ങളെ സ്നേഹിക്കും അങ്ങനെ ചോദിക്കും. അപ്പം പറയും, ഓ അങ്ങനെ അങ്ങനെ വർത്താനം പറയും. അങ്ങനെ അമ്മൻ്റെ കാർ വന്നപ്പോൾ അമ്മനെ കയറ്റി വിട്ടിട്ട് ടിമ്മ് പായനെ വന്ന് പറയും, ഈ ഓക്കെ അല്ലേ ചോദിക്കും. പറയും, ഞാൻ ഓക്കെയാണ്, എല്ലാവരും ഒരു ഓക്കെ മൂഡിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇനി തലവേദന എടുക്കാനൊന്നും ഉണ്ടാവില്ലേക്ക് വരും. പറഞ്ഞാൽ എന്തേ തലവേദന ഉണ്ടെങ്കിൽ ഇന്നെ വിളിക്കുക, ഞാൻ കേൾക്കാൻ, ഈ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണ്ട കേട്ടോ പറയും. അപ്പോൾ ഒരു ഓക്കെ എന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ ഈ പോക്ക് അമ്മ കാത്തുക്കൊണ്ട് വരും. അപ്പോൾ ഒരു മെല്ലെ ഇങ്ങനെ വന്നിട്ട് കണ്ടത്തിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ഒറ്റ പത്തിട്ട് പോകും. അപ്പോൾ ടിമ്മ് പറയും, ചൂടാ അതുപോലെ ആക്ട് ചെയ്യുമെങ്കിലും ചെക്കന് ഇഷ്ടമായിരിക്കും. അങ്ങനെ ഏതോ സ്ഥലത്ത് കാറ് ഡ്രോപ്പ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടുന്ന് പറയും, അപ്പോൾ അവിടുന്ന് അവൻ്റെ ഉമ്മ എന്ന് പറഞ്ഞ് വന്ന പെണ്ണ് പറയും, എന്തൊരു ഇടങ്ങേറാണ് റിച്ച് ലേഡി ആയിട്ട് അഭിനയിക്കുന്നത് അങ്ങനെ പറയും. അപ്പോൾ ടിമ്മ് പറയും, നല്ലോണം അഭിനയിച്ചിരുന്നു, അടിപൊളിയാണ്, റിഹേഴ്സലൊക്കെ ഒന്നും എടുക്കാണ്ട് ചെയ്താന്ന് പറയില്ല അങ്ങനെ പറയും. അപ്പോൾ ഈ റോളിലൊക്കെ നിൽക്കണമെങ്കിൽ കുറേ അഭിനയിക്കാനൊക്കെ പഠിക്കണം എന്നുള്ള എത്ര കണ്ടതാന്നുള്ള രീതിയിലൊക്കെ വർത്താനം പറയും. അപ്പോൾ ടിമ്മ് പറയും, നല്ലോണം ഓർമ്മ വേണം എന്തൊക്കെ പറഞ്ഞത്, ഇനി കല്യാണത്തിന് വരുമ്പോൾ അതൊക്കെ ഓർമ്മ വേണം. അപ്പോൾ പറയും, ഈ പൈസക്കാരൊന്നും വലിയ ഡീറ്റെയിൽസ് ഒന്നും ഓർത്തിക്കൂല അറിയാം. അപ്പോൾ പറയും, ആരും ഓർത്തില്ലല്ലോ, ആ ആൻറ്റി ഓർത്തിക്കും. പിന്നെ എന്നോട് കാര്യം പറയും, പായ അടിപൊളിയാട്ടോ, എന്നെ തന്നെ ഞാൻ നോക്കി നിൽക്കണേ, നമ്മൾ വർത്താനം പറയുമ്പോൾ വച്ചക്കിൻ്റെ എടുക്കാണ്ട് അങ്ങനെ നോക്കിക്കണേ. അപ്പോൾ ടിമ്മ് പറയും, അങ്ങനെ വേണമല്ലോ, നമ്മൾ സ്കാം ചെയ്യാനല്ലേ ഇറങ്ങി അങ്ങനെ പറയും. ഞാനൊരു സത്യമായിട്ടൊരു കാര്യം പറയട്ടെ, ഈ ഒരു കാര്യം ചെയ്യും, ശരിക്കും ഇവന് ഇഷ്ടപ്പെട്ടോ, എൻ്റെ ലൈഫ് ഫുള്ള ഹാപ്പി ആയിട്ട് ജീവിച്ചു അവൻ്റെ കൂടെ. അപ്പോൾ പറയാം, എനിക്ക് അത്രക്കുള്ള പ്രാന്തൊന്നുമില്ല പറയും, ഇത് തട്ടിപ്പാണ്, എങ്ങാനും തോന്നും പൊക്കിയ തീർന്നു, നമ്മളെല്ലാവരും തീർന്നു. അപ്പോൾ അതും നാണക്കേടാണ്, എന്നാലും ഞാൻ പറയാം, നിങ്ങൾക്ക് രണ്ടാൾക്കും നല്ല കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ പറയാം, അപ്പോൾ പൈസ എടുത്തിട്ട് കൊടുത്തിട്ട് പറയും, എന്നാൽ പൈസ അറിയാം. അപ്പോൾ പറയാം, ഓക്കെ ശരി ബൈ. അങ്ങനെ ആ പെണ്ണ് പോകും. അതിനുശേഷം ഗ്രാൻഡ്പാനെയും പായിനെയും കാണിക്കുന്നത്. പായിനോട് ഗ്രാൻഡ്പ ചോദിക്കും, നോർത്തിൻ്റെ കഥ എന്താ, ഇവൻ ഓഫീസിൽ വർക്കിന് വരാൻ തുടങ്ങിയ ചോദിക്കും. കാരണം ഞാൻ ശ്രമിക്കുന്നുണ്ട് അവനെ കൊണ്ടുവരാൻ, പക്ഷെ അവന് അറിയാമല്ലോ അവന് ഭയങ്കര വാശിയാണ്. അപ്പോൾ പറയും, പായ് ഓന് പാവം കിട്ടിയ
ഞാൻ ഒരിക്കലും ഹാപ്പി ആയിട്ട് മരിക്കില്ല. ഓനിങ്ങനെ ലൈഫിൽ എവിടെ എത്താണ്ട് ഇങ്ങനെ ഒന്നും ആവാണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ ഒരിക്കലും ഞാൻ ഹാപ്പി ആയിട്ട് മരിക്കില്ല. നമ്മൾ ഒരാളാണെന്ന് ഓർത്തുന്നെങ്കിൽ ഓർക്കണം, ഓനെ ഒരിക്കലും ഒറ്റക്കാക്കാൻ പാടില്ല. അപ്പോൾ പായി പറയും ഓക്കെ ഗ്രാൻഡ് പാ ശരി. അങ്ങനെ ഗ്രാൻഡ് പാനെ ഗുഡ് നൈറ്റ് പറഞ്ഞു വയ്ക്കാം. അതിനുശേഷം ടിമ്മിനെ വിളിച്ചിട്ട് ടിമ്മിക്ക് എവിടെയാണ്, എയർപോർട്ടിൽ തന്നെയാണോ ചോദിക്കുന്നത്. ഞാൻ എയർപോർട്ടിൽ തന്നെയാണ്, എന്ത് എന്നെ കൂട്ടാൻ വരാനായി ചോദിക്കും. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇപ്പം വരാമെന്ന് പറയും. അപ്പോൾ അവന് കുഴപ്പമില്ല, ഞാൻ ഈ അമ്മേൻ്റെ അടുത്ത് തന്നെ നിന്നോ, നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തോളൂ, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം പറയും. ഇതൊക്കെ പറഞ്ഞ് വെച്ച് നോക്കുമ്പോൾ ചെങ്ങായി ഏതോ ബസ് സ്റ്റാൻഡിൽ ഏതോ ചെക്കൻ്റെ കൂടെ കുത്തിരിക്കും. അപ്പോൾ ഫ്രണ്ട് പറയും എടാ എനിക്ക് ലോയർ ആയിക്കൂടെയോ, എനിക്ക് ലോയേഴ്സിനെ പോലെ മുഖം മാറ്റാണ്ട് കള്ളം പറയുന്നത് ഇന്ന്. അപ്പോൾ പറയും ഓ അങ്ങനെയാണെങ്കിൽ ഞാൻ ലോയർ ആവാം, എൻ്റെ ജോലി ഇങ്ങോട്ട് എടുക്കുക, കുഴപ്പമുണ്ടോ ചോദിക്കും. അപ്പം ഞാൻ സമ്മതിക്കൂല, ഇനി എൻ്റെ എനിക്ക് തിന്നാണ്ടാവില്ല. അപ്പോൾ ടിമ്മ് പറയും എന്നാൽ ഐസ്ക്രീം നക്ക് പറയും. പിന്നെ അപ്പോൾ ടിമ്മിനോട് ചോദിക്കും എന്താ വീട്ടിൽ പോകാത്തേക്ക്. പറഞ്ഞു എടാ പായ്ക്ക് ഇപ്പം എന്നെ എപ്പോഴും വേണം, എപ്പോഴും ഓൻ ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിന്ന് എൻ്റെ വില പോവും. ഓ പറയുന്ന സമയത്ത് അല്ലാണ്ട് റെയറായിട്ട് പോയിട്ടുണ്ടെങ്കിൽ, റെയറായിട്ട് നിന്നാൽ എൻ്റെ വില പോവില്ല പറയൂ. എടാ ശരി, എനിക്ക് ലോയർ ആവാനുള്ള എല്ലാ ഗുണവും ഒക്കെ ഉണ്ട് പറയും. പിന്നെ ഓക്കെ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തല യൂസ് ചെയ്താൽ ഇത് ഇങ്ങനത്തെ ബുദ്ധികൾ കിട്ടും അങ്ങനെ പറയും. പിന്നെ എന്താ എനിക്ക് ലേറ്റായി, എനിക്ക് നാളെ അരീനെ കാണാൻ പോകണമെന്ന് പറയും. നമ്മുടെ ഫ്രണ്ട് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് തീരുമാനമാകുന്നു. പിന്നെ എൻ്റെ പാൻറ്റിൽ ഇപ്പം ഞാൻ ഐസ്ക്രീം ആക്കും, ഫുഡ് വേസ്റ്റ് ആക്കണ്ട ഈ പൊക്കോ അങ്ങനെ പറയും. ഞാൻ അരീൻ്റെ അടുത്തിരിക്കുന്ന ടിമ്മിനാണ് കാണിക്കുന്നത്. ടിമ്മു കുറച്ച് നേരം ദൂരത്തിരിക്കുമ്പോൾ പെണ്ണ് ചോദിക്കും ഇങ്ങനെ ദൂരത്തിരിക്കുന്നത് ഇപ്പം എനിക്ക് കുഞ്ഞ് മിസ് ചെയ്യുമ്പോൾ തോന്നി. പിന്നെ ഇല്ല എനിക്ക് കംഫോർട്ടായി നിൽക്കണമെന്നാണ് എനിക്ക്. ആ പെണ്ണാണെങ്കിൽ ഒരു പഞ്ചാര ഒഴിക്കുകയാണ് അങ്ങോട്ട്. അപ്പം ആ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറയാം. അപ്പം എന്ത് ഫുഡാണ് വേണ്ടി, നമുക്ക് പുതിയ ഫുഡ് വേണോ അല്ലെങ്കിൽ ഈ അവൻ്റെ ഫേവറേറ്റ് ഫുഡ് ഞാൻ ഓർഡർ ചെയ്യണമെന്ന് വെച്ചാൽ കിട്ടിയുമ്പോൾ അപ്പോൾ പറയുമോ എനിക്ക് പുതിയ ഡിഷാണ് പറഞ്ഞിട്ട് ലൈക്ക് യു എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ഓനെ ചൂണ്ടി വെക്കും. അപ്പോൾ ഓന് ചിരിക്കണോ കരയണോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് പെട്ടല്ലോ തൂക്കിയില്ല എന്നൊക്കെ അങ്ങനെ ഒരു വൈബില്ലേ, ആ വൈബിൽ നിൽക്കുകയോ. അപ്പോൾ പറയാം അത് വേണ്ടല്ലോ, ലൈക്ക് ഈ ഭയങ്കര ഭംഗി മാത്രമുള്ള പെൺകുട്ടിയാണെന്ന് വിചാരിച്ച് നീ ഭയങ്കര ഫണ്ണിയും കൂടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ പെട്ട അവസ്ഥയിൽ അവിടെ കുത്തേക്കായിരിക്കും. അതിനുശേഷം പായിനെ കാണിക്കുന്നത്. പായി നമ്മളെ ബിസിനസ്മാൻ നോർത്തിൻ്റെ ഇതുവരെ പാളി എല്ലാത്തിൻ്റെയും ബിസിനസ് ഐഡിയാസിൻ്റെ ഒക്കെ ചിലവുകൾ നോക്കിക്കും. അപ്പം അത് ചങ്ങായിക്ക് ചൂടായിട്ട് എന്തൊക്കെ ഒരു പ്രോഫിറ്റ് പോലും ചങ്ങായിൻ്റെ അല്ലേ. ബിസിനസ് പഠിക്കാൻ പോലും ബിസിനസ് പഠിക്കാൻ ഇങ്ങനെ പോകണമെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ പോലും അവൻ ബിസിനസ് പഠിക്കില്ല, ഇനി ഉണ്ടല്ലോ എന്താ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത് പറഞ്ഞില്ലേനോ ചോദിക്കും. അപ്പോൾ നാന പറയും ഞാൻ പറഞ്ഞിനു ഓൻ്റെ പോക്കറ്റിലുള്ള എമൗണ്ടിനെക്കാട്ടും കൂടുതൽ വരുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിന്ന് പറയും. പറഞ്ഞു ഞാൻ നോർത്തിനെ വിളിച്ചോട്ടെ, അവനെ വിളിച്ചു നോക്കുമ്പോൾ നോർത്തിനെ കിട്ടിയെന്നല്ല. അപ്പോൾ ഞാനെന്നോട് പറയും ലൈക്ക് അസിസ്റ്റൻറ്റിനോട് പറയും എനിക്ക് ഇപ്പം തന്നെ എൻ്റെ മുമ്പിൽ ഇവിടെ നിൽക്കണം നോർത്ത് വരെ. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഓള് പോവും. അപ്പോൾ പോയി നോക്കുമ്പോൾ നോർത്ത് അവൻ്റെ മുമ്പ് നുരുകിയിരിക്കും. എന്താ പ്രശ്നം എന്താ എന്നറിയാത്തൊരു ഇതുണ്ടല്ലോ, സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ പറയും നോർത്ത് എന്നോട് ഇത് പറഞ്ഞേ പറ്റൂ, എനിക്കറിയാലോ എൻ്റെ അടുത്ത് ഒന്നും ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടിമ്മ് പറയും എന്ത് ഈ ബിസിയാണോ, വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് പുറത്ത് കാത്തുക. പറഞ്ഞു ഇവിടെ നിൽക്കുക ഇപ്പം കഴിയുമെന്ന് പറയും. എന്നിട്ട് നോർത്തിനോട് പറയും ഞാൻ എല്ലാ കാര്യവും അറിയണം, ഞാനെല്ലാം പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ഇവൻ എവിടെ എത്തിയെന്നറിയോ, ഇവനും യു ആയിട്ടുള്ള കല്യാണം നാട്ടുകാർ മൊത്തം അറിഞ്ഞെന്നുള്ള ആ ലെവലിൽ എത്തിയിട്ട് ബ്ലസ് അടിച്ചിട്ട് പറയാം ഞാൻ നിന്നോടത് പറയണമെന്ന് വിചാരിച്ചത്, അത് എൻ്റെ തെറ്റാണ് പറയാതിരുന്നത് പറഞ്ഞിട്ട് ഓനാൽ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കൃതാസ്തു ആ ഒരു വൈബിന് എല്ലാവരും നെട്ടിയിട്ട് ഞാനൊക്കെ തൊള്ള തുറന്നു പോകും. വന്നപ്പോൾ എല്ലാവരും ഇവിടെ സീരിയസ് ആയിട്ട് നൽകുമ്പോൾ ചെങ്ങായി കിടന്ന് ബ്ലഷ് അടിക്കുക. ആ സമയത്ത് നോർത്തിൻ്റെ ബ്ലഷ് കാണിക്കുന്നു ക്യൂട്ട്. അതിന് ശേഷം നോർത്തിനോട് ചോദിക്കും ഏതാ ചങ്ങായി എന്ന് പറയും. അങ്ങനെ നമ്മളെ കഥാനായകനെ കാണിക്കണൊക്കെ. അപ്പോൾ അങ്ങനെ കിട്ടിയ പൈസയൊക്കെ മണിപ്പിച്ച് ഒരുപാട് പൈസ കൈമേൽ പിന്തിരിച്ചാലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചങ്ങായി ഒളിപ്പിച്ചേക്കാൻ നിൽക്കുക. ഇങ്ങനെ സന്തോഷം വിലുകമായി നിൽക്കുമ്പോഴാണ് ഒരു കോള് വരുന്നത്. ഈ ബിസിയാണോ അല്ല പറ നോർത്ത് ലൈക്ക് സന്തോഷത്തോടെ എടുത്തതിന് ഇവിടെ ഇച്ചിരി എമർജൻസിൻ്റെ ഒന്ന് വീഡിയോ ചോദിക്കും. അങ്ങനെയാണ് ഈ പാർട്ടി ഉണ്ട് ചെയ്യുന്നത്. ഇനി എന്തൊക്കെ നമ്മൾ ഗ്രാൻഡ് പാക്ക് ചങ്ങായി ഒരു ചെറിയൊരു മോനാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നൊന്നും നമുക്കറിയില്ല, കണ്ടറിയാം ഒക്കെ. അടുത്ത പാർട്ടിൽ ഭയങ്കര വെയിറ്റിംഗ് ആണ്. നമുക്ക് അടുത്ത പാർട്ടിയായിട്ട് വരാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമായോ ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ കുറച്ചും കൂടി ഹെൽപ്പായിരിക്കും. കൈയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ.